ഒറ്റയ്ക്ക് വരാൻ പറ്റിയില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. താങ്ക് യു ആകാശേട്ടാ, താങ്ക് യു സോ മച്ച്. പോലീസുകാര് ആകാശേട്ടനെ ഒരുപാട് ഉപദ്രവിച്ചോ? എന്നെ മാക്സിമം ദ്രോഹിക്കാന്നായിരുന്നു കലാവതിയും മഹേന്ദ്രനും സിഐ കൊടുത്ത ടാർഗറ്റ്. അതയാൾ നന്നായിട്ട് ചെയ്തു. ആകാശ് ഇപ്പോഴും കലയമ്മയെ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നെ. ഈ കാര്യത്തില് കലയമ്മയും മഹേട്ടനും നിരപരാധികളാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്കൊക്കെ അവരുടെ കള്ളക്കളി മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് അതിശയം. ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാ കാര്യവും ഞാൻ അനഘയോട് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ആകാശ് വന്നിട്ട് നീ എന്താ മാറി നിൽക്കുന്നേ? വാ വരാൻ. ഇനി നിങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്ത പിണക്കങ്ങളൊന്നും ഉണ്ടാവരുത്. മനസ്സിൽ എന്തേലും കരട് വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കണം. ഞാൻ വന്നിരിക്കുന്നത് തുറന്ന മനസ്സോടെയാ. അതെ, ഊണിന് സമയമായി. ആളുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. ഞങ്ങൾ എന്നാ അങ്ങോട്ട് നീങ്ങട്ടെ. നിങ്ങൾ രണ്ടാള് സംസാരിച്ചിരിക്കെ. വാ. എല്ലാം സെറ്റാക്ക് ചേച്ചി. താൻ കുറച്ചുകൂടെ ബോൾഡ് ആവണമെന്ന് ഒറ്റ ആഗ്രഹമല്ലാതെ എനിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ല. എല്ലാ പെണ്ണുങ്ങളും അനഘേച്ചി പോലെ ആവില്ലല്ലോ. എടോ, താൻ അങ്ങനെ ആവണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ആകാശേട്ടന്റെ ഫോണൊന്ന് എനിക്ക് തരുമോ? ഒരു കോള് വിളിക്കാനാ. അല്ല അഖില, ഞാൻ ലോക്ക് അയച്ചു തരാം. വേണ്ട. നിമിഷം മുതൽ ആകാശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബോൾഡ് ആവുക. ഒരുപാട് വേദനയോടെ കുട്ടിക്കാലം മുതൽ എന്റെ മനസ്സിലുള്ള സ്നേഹം ഞാൻ ഇവിടെ ഉപേക്ഷിക്കാം. അഖില, അഖില, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഫോണിന്റെ പാസ്വേഡ് മാറ്റാത്തത് എനിക്ക് പറ്റിയ മണ്ടത്തരം. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, അമൃതേശി പോലും. ആതിരയുടെയും ആരാധ്യയുടെയും ട്രെയിനിങ് തടയാനാണ് കലാവതിയുടെ അടുത്ത നീക്കം. ചന്ദ്രേട്ടനെ വട്ട. ആതിരയ്ക്കും ആരാധ്യയ്ക്കും SA സെലക്ഷൻ കിട്ടിയല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് കലാവതിയാ. അതിന് ഞാൻ സാക്ഷിയാ. അവർക്ക് 2 പേർക്കും ഓരോ പൊന്മോതിരങ്ങളാ കലാവതി സമ്മാനമായിട്ട് കൊടുത്തത്. നിങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ കലാവതി അങ്ങനെ പല നമ്പറും കാണിക്കും. ശ്യാമളെ, ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ആരാധ്യയുടെയും ആതിരയുടെയും ട്രെയിനിങ് തടയാൻ കലാവതി പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടതാ. ചന്ദ്രേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചാടി പുറപ്പെടാൻ നിന്നാലേ പണി കിട്ടുന്നത് എനിക്കാ. അറിയാലോ, അന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞതും കേട്ടെ ദിവ്യപ്രഭയുടെ സ്വർണത്തിന്റെ പേരിലെ കല്യാണ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാ. അവസാനം എന്തായെന്ന് അറിയാലോ. അമൃതയുടെ സ്വർണം നഷ്ടപ്പെട്ടില്ലെങ്കിലും ദിവ്യപ്രഭ അണിഞ്ഞിരുന്ന സ്വർണത്തിന്റെ കാര്യത്തിൽ അവിടെ എന്തോ തിരിമറി നടന്നല്ലോ. അപ്പോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അവസാനം
പഞ്ചരത്നങ്ങൾ അംബികയും മനഃപൂർവ്വം കള്ളിയാക്കി എന്നുള്ള പഴിയാ അമൃതയ്ക്കും അനിയത്തിമാർക്കും എനിക്കും കേൾക്കേണ്ടി വന്നത്. കാള പെറ്റൂന്ന് കേട്ട ഉടനെ കയറെടുക്കാൻ ഞാൻ ഇനിയില്ല. ശ്യാമളെ, ഞാൻ പറയുന്നു, എനിക്ക് എന്റെ മക്കളെ കുരുക്കിലാക്കാൻ വയ്യ. ഇതിനൊന്നും ഇനി ഞാൻ കൂട്ടു നിൽക്കില്ല ചന്ദ്രേട്ടാ. ഞാൻ പോന്നു. ആരാധ്യയും ആതിരയും രക്ഷിക്കാൻ ഇനി ഞാൻ എന്തു ചെയ്യും? സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടന്നെന്നുള്ളത് ഉറപ്പാ. അതുപോലെ ഇതിലും എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അതും അപകടമാ. എന്തെങ്കിലും വേഗം ചെയ്തേ പറ്റൂ. ഇങ്ങനെ ബെരകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്താ കാര്യം? അറിഞ്ഞത് എന്താണെന്ന് വെച്ചാ ചന്ദ്രനൊന്ന് തുറന്നു പറയൂ. ആരാധ്യയും ആതിരയും എന്തോ ചെയ്യാൻ കലാവതി പ്ലാൻ ഇടുന്നുണ്ട്. എങ്കിൽ അക്കാര്യം ആദ്യം പറയേണ്ടിയിരുന്നത് അവരോടല്ലേ? ശ്യാമളയോട് ഞാൻ കാര്യം പറഞ്ഞു. പക്ഷേ ശ്യാമള വിശ്വസിക്കുന്നില്ല. എന്താ സംഭവം? എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പക്ഷേ കലാവതിയും മഹേന്ദ്രനും ചേർന്ന് എന്തോ ചില പദ്ധതികളൊക്കെ മെനയുന്നുണ്ട്. എന്തു പദ്ധതി? അതൊന്നും എനിക്കറിയില്ല. അവര് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഒന്നും വ്യക്തമായില്ല. ആരോട് ഫോണിൽ സംസാരിക്കുന്നത്? അതും എനിക്കറിയില്ല. കൊള്ളാം. ഇങ്ങനെ വാലും തുമ്പും ഇല്ലാതെ സംസാരിച്ചാൽ എങ്ങനെയാ ചന്ദ്ര? ശ്യാമള വിശ്വസിച്ചില്ലെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. എന്നെ അറിയിച്ചുകൊണ്ടാണോ കലാവതിയും മഹേന്ദ്രനും ഓരോന്ന് ചെയ്യുന്നത്? ഇത്രയെങ്കിലും അറിയാൻ കഴിഞ്ഞത് ഞാൻ അവരുടെ പിന്നാലെ കൂടുന്നതുകൊണ്ടാ. സിറ്റുവേഷൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കലാവതിയുടെ കൃത്യമായ പ്ലാൻ എന്താണെന്നും മനസ്സിലാക്കിയിട്ടല്ലാതെ അതിനുള്ള തിരിച്ചടി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? ചേച്ചി, കൃത്യമായി എല്ലാം അന്വേഷിച്ചറിയാൻ ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീടിനകത്ത് ഒരു തടവുകാരനെ പോലെയാ ജീവിക്കുന്നത്. എന്റേതായ സ്വാതന്ത്ര്യങ്ങളൊന്നും എനിക്കവിടെ ഇല്ല. എല്ലാം കളഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചാൽ മക്കളെ ഓർത്ത് അതിനും പറ്റുന്നില്ല. കലാവതി ഫോണിൽ സംസാരിക്കുന്നതും മഹേന്ദ്രനോട് സംസാരിക്കുന്നതും മറഞ്ഞും ഒളിഞ്ഞും കേട്ട ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ഞാൻ അറിയുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ? ചന്ദ്രൻ എന്തെങ്കിലും കേട്ട പാടെ ഇങ്ങനെ പാനിക്കാവുന്ന എന്തിനാ? പുലി വരുന്നേ എന്ന് നിലവിളിച്ചോടുന്നതിന് മുൻപ് പുലി ഏത് ദിവസം ഏത് സമയത്ത് ഏത് രൂപത്തിൽ വരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനാർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ചന്ദ്രന് മാത്രം. കാരണം ആ വീട്ടിൽ അവരോടൊപ്പം ഉള്ളത് ചന്ദ്രനാ. അതിനിപ്പോ കണ്ണും കാതും കോർപ്പിച്ച് നിൽക്കുന്നതിന്റെ 10 മടങ്ങ് ജാഗ്രതയോടെ കലാവതിയുടെ നിഴല് പോലെ കൂടെ ഉണ്ടാവണം. ഇപ്പോ ചന്ദ്രൻ എന്നെ കാണാൻ വന്ന സമയത്താണ് അവർ ആക്ഷൻ പ്ലാൻ ചെയ്തതെങ്കിലോ? ചന്ദ്രൻ അതെങ്ങനെ അറിയും? ഞാനത്ര കടന്ന് ചിന്തിച്ചില്ല. മക്കൾക്ക് ആപത്താണെന്ന് കേട്ടപ്പോ ഇരിക്കപ്പുറതിയില്ലാതെ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നു അല്ലേ? അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ മക്കളെ കഴിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. എനിക്കത് മനസ്സിലാവും. ഞാനിപ്പോ തന്നെ തിരിച്ചു പോവാ. കലാവതിയുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ ഇനി ഞാൻ അടങ്ങും. അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ കാര്യം. അതറിയുന്ന നിമിഷം
എന്നെ ഫോൺ ചെയ്താൽ മതി. ബാക്കി നമുക്ക് നോക്കാം. എത്ര കൂരിരുട്ടിലും ചേച്ചിയുടെ വാക്കുകൾ എനിക്ക് പകരുന്ന ധൈര്യം അതൊരുപാട് വലുതാ. എന്റെ കണക്കുകൾ വളരെ പഴയതാ. അത് നമ്മളോ കലാവതിയോ തമ്മിലുള്ളതല്ല, നന്മയും തിന്മയും തമ്മിലുള്ളതാ. ചന്ദ്ര സമാധാനമായിട്ട് ചെന്ന് അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ട് വിളിക്ക്. എത്ര? 150. അപ്പച്ചി, എന്തായി മക്കളെ, തൃശ്ശൂര് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഒരുവിധം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കങ്ങളും തയ്യാറെടുപ്പൊക്കെ കഴിയുമ്പോ ഇങ്ങനെ വന്ന് ചോദിച്ചാ പറ്റില്ല. അപ്പച്ചി വന്നാ ഇതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. ദേ സിസ്ലി, നീ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കല്ലേ. അവസരം കിട്ടിയപ്പോ അവള് കുടുംബം കലക്കാൻ നോക്കുന്നു. കേറിയോ അപ്പച്ചി? ബാ അപ്പച്ചി, മോളെ, നാളത്തെ ഇവരുടെ യാത്ര എങ്ങനെയാ? കാറിൽ പോവാന്ന് കരുതുന്നു. കുറച്ച് ലഗേജ് ഉണ്ട് അപ്പച്ചി. അഭിമന്യുവിന്റെ കാറിലാണോ പോകുന്നേ? അല്ല, ഒരു ടാക്സി വിളിച്ച് വിടാന്നാ വിചാരിക്കുന്നേ. എന്തിനാ വെറുതെ അഭിമന്യുവിനെ ബുദ്ധിമുട്ടിക്കുന്നേ? അപ്പോ ഇവരുടെ കൂടെ നിങ്ങളാരും പോകുന്നില്ലേ? എനിക്ക് പോണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് മാറി നിന്നാ ഇവിടുത്തെ കാര്യം ആകെ കുഴയും. പിന്നെ അഖില ഫ്രീയാ, ഇവളെ കൂടെ പറഞ്ഞുവിടാം. അഖിലേച്ചിയെ പിന്നെ തിരിച്ചുകൊണ്ട് വിടാൻ ഞങ്ങൾ ആരെങ്കിലും തൃശ്ശൂരിൽ ഇങ്ങോട്ട് വരേണ്ടി വരും. അത്രയ്ക്കും കളിയാക്കൊന്നും വേണ്ട. ഒറ്റയ്ക്ക് പോയി വരാനൊക്കെ എന്നെ കൊണ്ടും പറ്റും. എന്തായാലും ഇവരെ ഇങ്ങനെ തനിച്ച് വിടണ്ടെന്നാ എന്റെ അഭിപ്രായം. ഇവരുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന് സ്വാമിനിയമ്മയും പറഞ്ഞിരുന്നാണല്ലോ. എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ എന്റെ വീട്ടിലെ ഒരാളുടെ രീതിയും സ്വഭാവവും ഒക്കെ നിങ്ങൾക്കറിയാലോ. അങ്ങർക്ക് പിന്നെ അത് മതി. അല്ല, അതെ, ഞാൻ പോയാ മതിയോ? അല്ല, അങ്ങനെ ആർക്കും പറ്റുന്നില്ലെങ്കിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. അല്ലെങ്കിലും റിസ്ക് എടുത്താ ഈ സിസ്ലിക്ക് ശീലം. ദേ സിസ്ലി, പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് കുടുംബക്കാര് സംസാരിക്കുന്നിടത്ത് കയറി അഭിപ്രായം പറയലെന്ന്. അതെ, ഞങ്ങളുടെ യാത്രയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. നാളെ കേരള പോലീസിന്റെ പുലിക്കുട്ടികളാകാൻ പോകുന്ന ഞങ്ങൾക്ക് ആരുടെയും കൂട്ടുവേണ്ട. നീ പറയുന്നതൊക്കെ ശരിയാ മോളെ. എന്നാലും ഇത്രയും ദൂരമൊക്കെ പോകുമ്പം ഒരാൺതുണ ഉണ്ടാവുന്നത് നല്ലതാ. വഴിയിൽ കാറൊന്ന് കേടാവുകയോ മറ്റോ ചെയ്താ സഹായത്തിനൊരാള് വേണ്ടേ? അപ്പച്ചി പറയുന്നതിലും കാര്യമുണ്ട്. അഭിമന്യു ആകാശോ കൂടെ പോകുന്നതാ നല്ലത്. ആകാശിടം വേണ്ട. ഹാ, ഇവക്കിതെന്തു പറ്റി? ആകാശമായിട്ട് വീണ്ടും പിണങ്ങിയോ? ഇവര് തമ്മില് എന്തോ ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ട്. ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും അഖിലേച്ചി മനസ്സ് തുറന്ന് ഒന്നും പറയുന്നില്ല. ഞാനും ആകാശനും തമ്മിലുള്ള പിണക്കമല്ല ഇവിടത്തെ ചർച്ചാ വിഷയം. ഇവരുടെ തൃശ്ശൂർ യാത്രയാ. അമർദീച്ചി ഒന്ന് അഭിയേട്ടനെ വിളിക്ക്. അഭിയേട്ടൻ ഫ്രീ ആണെങ്കിൽ ഇവരെ കൊണ്ടുവിടും. വിളിക്കുമോളെ. അമൃത, എന്തായി നമ്മുടെ പോലീസുകാരികളുടെ തൃശ്ശൂർ യാത്ര? നാളെയില്ലേ അത്? അബിക്ക് എന്തൊരു ഓർമ്മയാ. ഞാൻ അതിന്റെ ഒരു കാര്യം അങ്ങോട്ട് പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്ത് കാര്യം? അവര് രണ്ടുപേരെയും തൃശ്ശൂർ വരെ തനിച്ചു വിടുന്നത് ശരിയല്ലല്ലോ. അവരെ ഒറ്റയ്ക്ക് വിടണ്ട, നിങ്ങൾ ആരെങ്കിലും കൂടെ പോയാൽ മതി. ഇതിനൊക്കെ ഞങ്ങള് പെണ്ണുങ്ങളാണോ പോണ്ടത്? അത് ശരിയാ. നിങ്ങള് പഞ്ചരത്നങ്ങൾ അത്യാവശ്യം ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടേ തൽക്കാലം നമ്മുടെ ചുണക്കുട്ടികള് കേരള പോലീസിൽ ചേരാത്തോണ്ടും ഒരു ആൺതുണ ഉണ്ടാവുന്നത് നല്ലതാ. ഫ്രീ ആണെങ്കിൽ അബിക്കൊന്ന് അവരുടെ കൂടെ പോകാൻ പറ്റുമോ? എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു VIP കല്യാണമുണ്ട്. MLA മകളുടെ. അതിന്റെ കാറ്ററിംഗ് ഞങ്ങൾക്ക്. അതുകൊണ്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ആ ഒരു കാര്യം ചെയ്യും, ആകാശിനോട് പറ, അവൻ ഡ്രൈവ് ചെയ്യുമല്ലോ. ആം, ആ ആകാശൻ എന്തോ തിരക്കുണ്ടെന്ന് അഖില പറയുന്നേ. അങ്ങനെയാണെങ്കിൽ സഹദേവമാവനോട് പറ. മാമൻ അങ്ങനൊന്നും യാത്ര ചെയ്ത് ശീലമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളത്തെ കാറ്ററിംഗ് ജോലി തീർത്തിട്ട് അപ്പൊ എപ്പോഴാ ഫ്രീ ആവുക? ഒരു ഉച്ചയാവും. ആ സമയത്ത് അവർക്ക് പുറപ്പെട്ട പോരല്ലോ. ധാരാളം മതി. തൃശ്ശൂർ എത്തുമ്പോ രാത്രിയായാലും സാരമില്ല. രാത്രി എവിടെയെങ്കിലും റൂം എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10 മണിക്ക് പോലീസ് അക്കാഡമിയിലേക്ക് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാ. താങ്ക് യു അബി, താങ്ക് യു സോ മച്ച്. അതെ, ഇതിന് ഇത്രയും വലിയ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് എന്റെ അനിയത്തിമാരോടുള്ള കടമയല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ നിങ്ങളൊരു ടാക്സി എടുത്ത് എന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് വാ. അവിടുന്ന് ഒരുമിച്ച് അങ്ങ് പോവാം. അതാകുമ്പോ നേരം വൈകില്ലല്ലോ. ആ, അത് നല്ല പ്ലാനാ. ബാക്കിയൊക്കെ നമുക്ക് ക്രിസ്മസിന് കാണുമ്പോൾ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ? ശരി ശരി. അതെ, ഇവരെ ട്രെയിനിങ്ങിന് തൃശ്ശൂർ കൊണ്ടാന്ന് അഭിമന്യു സമ്മതിച്ചു. അത് നന്നായി. ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ ഇവരുടെ നേർക്ക് എന്തെങ്കിലും അതിക്രമം ഉണ്ടായാൽ അത് അഭിമന്യു കൈകാര്യം ചെയ്തോളും. അമൃതേച്ചി ഞങ്ങളുടെ കൂടെ വരണം. അതെ, അമൃതേച്ചി വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞത് എന്തിനാ വാശി പിടിക്കുന്നേ? ഞങ്ങളെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോ കാറില് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടാവൂ. അഭേടനൊത്ത് അമൃതേച്ചിക്ക് ഒരു റൊമാൻറ്റിക് യാത്ര നടത്താം. അങ്ങനൊരു റൊമാൻറ്റിക് യാത്ര നടത്താനേ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട. അത് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്തോളാം. പാപ്പച്ചി. എന്താണ് 3 എണ്ണം കൂടി ഒരു ചുറ്റിക്കളി? അല്ല, ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ. അതിന് അല്ല, നാളെ അനഘേച്ചിക്ക് ഓഫാ. അനക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് കിട്ടാറുള്ളതല്ലേ. അതല്ല, ക്രിസ്മസ് ആയിട്ട് ഓഫ് കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് അടിച്ചു പൊളിച്ചാലോ എന്നൊരാലോചന. അതെ, ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കണം. ക്രിസ്മസ് മാത്രമല്ല, ന്യൂ ഇയറും. ഇപ്പൊ ഒരു ആഘോഷം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് ട്രെയിനിങ് സെലക്ഷൻ കിട്ടിയതിന്റെ പാർട്ടി ആയിരുന്നില്ലേ. അതും ക്രിസ്മസും തമ്മിൽ എന്ത് ബന്ധമാ? അത് കറക്റ്റാ. ഇത്രയും വലിയൊരു പാർട്ടി നടത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഒരു സ്റ്റാർ കെട്ടി സിമ്പിൾ ആയിട്ട് ആഘോഷിച്ചാൽ മതി. എന്താ അമൃതേച്ചി ഇത്? എല്ലാത്തിനും ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ വേണ്ടേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ വർഷം കൂടിയല്ലേ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാൻ പറ്റൂ. അതെന്താ, അടുത്ത വർഷം ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും ഇല്ലേ? അതല്ല അമൃതേച്ചി, ഈ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും പോസ്റ്റിംഗ് കിട്ടും. പിന്നെ അടുത്ത ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഞങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കും. അപ്പൊ പിന്നെ എന്ത് ആഘോഷോ? ആ പറഞ്ഞതൊരു പോയിന്റ് അമൃതേച്ചി. അപ്പോ ഇത്തവണ ക്രിസ്മസും ന്യൂ ഇയറും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയുള്ളൊരു നാടകം, അതല്ലേ ഇത്? ആഹാ, ഞങ്ങളുടെ മനസ്സ് എത്ര നന്നായിട്ട് അമൃതേച്ചി വായിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹമല്ലേ, ഞാൻ ഒന്നിനും എതിരെ നിൽക്കുന്നില്ല. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് ആഘോഷിക്കാം. അപ്പോ ക്രിസ്മസ് ട്രീയുടെയും പുൽക്കൂടിന്റെയും കാര്യം നിങ്ങൾ ഏറ്റല്ലോ. ബാക്കി പർച്ചേസിന്റെ കാര്യം അനുകേച്ചി ഏൽക്കണം. അത് ഞാൻ ഏറ്റു. ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഹോട്ടൽ പഞ്ചരത്നത്തിന് ഒരു അട്രാക്ഷൻ ആയിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.